എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനകളോടെയാണ് ആരംഭിക്കുന്നത്. പിന്നീടാണ് പെരുന്നാളിൻ്റെ ഒരു ആഘോഷം, തിരക്ക്, അതിൻ്റെ വർണ്ണാഭമായ ഒരു സമയത്തിലേക്ക് കടക്കുന്ന പിന്നീടാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ എല്ലാവരും ഈ ചെറിയ പെരുന്നാളിനെ നോക്കിക്കാണുകയാണ്. ഇന്നേ ദിവസം തിരുവനന്തപുരത്ത് എത്രത്തോളം ആളുകൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനുണ്ട്? വിശദാംശങ്ങൾ, വിശേഷങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ? നിരവധി വിശ്വാസികളാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ സ്റ്റേഡിയത്തിന്റെ അങ്ങേയറ്റം നോക്കിയാൽ, അതേ അങ്ങേ കവാടം നോക്കിയാൽ ഇപ്പോഴും വിശ്വാസികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പാളയം മുസ്ലിം ജമാഅത്ത് ആരംഭിക്കും. ഇത് തന്നെയാണ്, ഈ ഒരു കാത്തിരിപ്പ് തന്നെയാണ്. കാരണം ഇനി പ്രാർത്ഥനയോട് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ, കാരണം പ്രാർത്ഥനാ നിരതമായ ഒരു പകലിന് ശേഷം പിന്നീട് ആഘോഷത്തിലേക്ക് കടക്കുകയാണ് അവർ. ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആഘോഷത്തിലേക്ക് കടക്കും മുൻപ് അവർ പ്രാർത്ഥനയോടുകൂടി ഈ 30 ദിവസം അവർ ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥനയോട് കൂടിയാണ് ആഹാരം കഴിച്ചിരുന്നത്, നോമ്പ് മുറിച്ചിരുന്നത്. അതിനൊക്കെ ശേഷം ശവ്വാൽ പിറവി കണ്ടു. പുതിയൊരു ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. ആ ഉത്തരവാദിത്തത്തിൽ പരസ്പര സ്നേഹമുണ്ട്, പരസ്പരം ആളുകളെ ചേർത്ത് പിടിക്കണമെന്ന ആശയമുണ്ട്. അതിനൊപ്പം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതായുള്ള അനിവാര്യതയുണ്ട്. അതിൽ ലഹരി വിരുദ്ധ മനോഭാവം വരുന്നു, പരസ്പരം ആളുകളെ ചേർത്ത് പിടിക്കുന്നു, അവരൻ്റെ ശബ്ദം ഈ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ എല്ലാവരും ചുറ്റുപാടുമുള്ള മനുഷ്യരെ കരുതുന്നു. അവർക്ക് ആഹാരമുണ്ടോ, അവർക്ക് പുതിയ വസ്ത്രമുണ്ടോ, തങ്ങൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് അത് ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചിന്തയിലൂടെയാണ് അവർ ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ കടന്നു പോവുക. മുൻപും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ വ്രതകാലഘട്ടത്തിൽ ആ ഒരു വിവേചനം കൂടാതെ വ്രതമനുഷ്ഠിച്ച കാലഘട്ടത്തിലെല്ലാം ആ ക്ലേശങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൽ അർപ്പിച്ച 30 ദിവസങ്ങൾ, ആ 30 ദിവസങ്ങളും വിജയകരമായി അവർക്ക് പരിപൂർണമായി വ്രതം അനുഷ്ഠിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയാണ് ഇന്നലെ ശവ്വാൽ പിറ കണ്ടപ്പോൾ മുഖങ്ങളിൽ കണ്ടതെങ്കിൽ ഇന്ന് ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷം, നിർവൃതിയുമാണ് ഇന്ന് എല്ലാവരുടെയും മുഖത്ത് കാണാനാവുന്നത്. രാഹുൽ ജിനാഥും രാഹുൽ KVയുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നും ചേർന്നത്. എല്ലാവരുടെയും മുഖത്ത് ആ സംതൃപ്തിയും ആശ്വാസവും ഉണ്ട്. ഒരിക്കലെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്ന ഒരാൾക്ക് മാത്രമാണ് അതിന്റെ ക്ലേശം എത്രത്തോളം എന്ന് മനസ്സിലാവൂ. അത് ആ തരത്തിൽ ഒരു പരീക്ഷണം കൂടിയാണ് ഈ വ്രത കാലഘട്ടം എന്ന് പറയുന്നത്. എത്രത്തോളം സന്തോഷത്തിലും ആഘോഷത്തിലുമാണ് ജീവിക്കുന്നതെങ്കിലും ഈ നോമ്പ് കാലത്ത് ഭക്ഷണം ഉപേക്ഷിക്കുക, വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രം ഭക്ഷണം കഴിക്കുക, മറ്റാഘോഷങ്ങളെല്ലാം മാറ്റിവെക്കുക, ഇതൊക്കെ ഒരു സഹനത്തിൻ്റെതായ കാലയളവാണ്. എങ്കിൽ മാത്രമേ ചുറ്റും കഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകൂ എന്നതുകൊണ്ട് കൂടിയാണ് അത്. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പെരുന്നാൾ ദിവസം സക്കാത്ത് കൊടുക്കുകയും മറ്റും ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നവർക്കായി ആഹാരം പങ്കുവയ്ക്കുന്നത്, സ്നേഹത്തിൻ്റെതായ ഇഫ്താർ വിരുന്നുകൾ നടത്തുന്നത്. അങ്ങനെ എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞ ഒരു ചെറിയ പെരുന്നാളാണ് ഇന്ന്.